മോർണിംഗ്. മിനിസ്റ്റർ ഓഫീസാണ്. ആരാണ്? അയ്യോ, സാറൊന്നും എത്തിയിട്ടില്ല. ശരി ശരി ശരി. ഹലോ, ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ ഓഫീസാണ്. സുഗതൻ ചേട്ടാ, സാറ് വന്നിട്ടുണ്ട്. കുറച്ച് ചൂടില്ല. വേഗം വന്നാൽ കാണാം. ഹലോ, ആരാണ്? അയ്യോ, സാറൊന്നും വന്നിട്ടില്ല. ഇവിടെ ഉണ്ട്. ഇല്ല, ചിലപ്പോൾ നാളെ വരുമായിരിക്കും. ഓക്കെ, ശരി. ഹലോ, മിനിസ്റ്റർ ഇന്ന് വരില്ല. അയ്യോ സാർ. ഓക്കെ സാർ. ആരാ? മിനിസ്റ്റർ എന്നെ അകത്തുനിന്ന് വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞുപോയി ഇവിടെ ഇല്ലെന്ന്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ? അയ്യോ, സാറിന്ന് വരില്ല. ശരി. ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. മന്ത്രി സത്യശീലൻ ഓഫീസിലുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇല്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടാവണോ ഇല്ലാതാവണോ? ഇയാളോട് എന്താ ഞാൻ പറഞ്ഞു വിട്ടത്? ഇല്ലെന്ന് പറയാൻ. അപ്പൊ ഞാനില്ലേ? ഉണ്ട്. ഞാൻ ഉണ്ടോ ഇല്ലയോ? വിളിക്കുന്നവരെ നോക്കിയിട്ട് ഉണ്ടെന്ന് പറയേണ്ടവരോട് ഉണ്ടെന്ന് പറയണം, ഇല്ലെന്ന് പറയേണ്ടവരോട് ഇല്ലെന്ന് പറയണം. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോ താനെന്തിനാ ഇല്ലാന്ന് പറഞ്ഞത്? അത് തിരക്കിന്റെ ഇടയിൽ ഞാൻ അറിയാതെ ഇല്ലെന്ന് പറഞ്ഞു പോയി. അപ്പൊ ഇതുപോലെ ഇല്ലാന്ന് പറയേണ്ട എത്ര പേരോട് താനുണ്ടെന്ന് പറഞ്ഞു കാണും? ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്ത്? ഇല്ലായിരിക്കും. ഇയാളോട് ഞാനൊരു മാറ്റർ തന്നിരുന്നില്ലോ ഇന്നലെ, അത് ഡ്രാഫ്റ്റ് ചെയ്തു. എന്നെടുത്ത് വായിക്കും. സോറി സാർ. അപ്പൊ ഡ്രാഫ്റ്റ് ചെയ്തില്ലേ? ചെയ്തു. പിന്നെ എന്തിനാണ് സോറി? സാറിനോട് ഇല്ലെന്ന് പറഞ്ഞതിന് സോറി പറയാൻ ഞാൻ മറന്നുപോയി. അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു മഞ്ഞ അല്ല ചുമന്ന ഫയലിന്റെ ഉള്ളില്. ഇപ്പൊ കിട്ടും സാർ. ഞാൻ രാവിലെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. സാർ എടുത്തായിരുന്നോ? കിട്ടി. വായിക്കട്ടെ. വായിക്കാനല്ലേ കൊച്ചെ വന്നത്? വായിക്ക്. കാർഷിക രംഗത്തേക്ക് കേരളം ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. സ്വയം പര്യാപ്തത ആദ്യം നേടേണ്ടത് കാർഷിക രംഗമാണെന്ന കാര്യം എന്തുകൊണ്ടും കേരളീയർ വിസ്മരിക്കുന്നു. മതി, നന്നായിട്ടുണ്ട്. താങ്ക് യു സാർ. പക്ഷെ അത് വേണ്ട. നീ അതൊക്കെ വലിച്ചു കളയും. നീ വേറെ വെള്ള പേപ്പർ എടുക്ക്. ഇനി ഞാൻ പറയുന്നത് പോലെ എഴുത്. എഴുതിക്കോ സാർ. പേന. നമ്മൾ ഭാരതീയർ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചതുപോലെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ, അതും വിഷമടിച്ച പച്ചക്കറികൾ ബഹിഷ്കരിക്കും. പകരം നമ്മുടെ മണ്ണിൽ തന്നെ ഈ പച്ചക്കറികൾ വിളയിച്ച് ഒരു കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി സത്യശീലൻ പ്രസ്താവിച്ചു. എഴുതിയോ? വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൃഷിയിൽ താല്പര്യമുള്ളവർക്കും കാർഷിക വൃത്തിയിൽ മികവ് പ്രകടിപ്പിക്കുന്നവർക്കും ഈ ഗവൺമെന്റ് എല്ലാവിധ പ്രോത്സാഹനവും നൽകും. അത് മതി. സാർ,
ഇത് എവിടെ വെച്ച് പ്രസ്താവിച്ചു എന്ന് പറഞ്ഞില്ല. എവിടെയെങ്കിലും വെച്ച് പ്രസ്താവിച്ചെന്ന് എഴുതടോ. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. ശ്രീകൃഷ്ണപുരത്ത് കച്ചേരിക്കുന്നിൽ കാർഷിക മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പ്രസ്താവിച്ചു. സാർ, ഞാൻ പൊക്കോട്ടെ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? സോറി സാർ. മനസ്സിലായില്ലേ? എന്ത്? പേന